നമഃ ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജഗജ്ജനനി മാതാ അമൃതാനന്ദമയി ദേവി. അമ്മയുടെ ശിക്ഷണ രീതി. ആശ്രമത്തിൽ അമ്മ ബ്രഹ്മചാരികളെ പഠിപ്പിക്കുന്നത് സ്വയം അനുഷ്ഠിച്ചുകൊണ്ടാണ്. അമ്മയ്ക്കു ധ്യാനിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് മാതൃക കാട്ടാൻ അമ്മ ധ്യാനിക്കുന്നു. ജോലി ചെയ്യാൻ ആശ്രമത്തിൽ എത്ര പേരെങ്കിലും ഉണ്ട്. പക്ഷെ അമ്മ ഏതു ജോലിയും സ്വയം ഏറ്റെടുത്ത് ചെയ്യും. കെട്ടിടം പണിയുമ്പോൾ അമ്മ സ്വയം ഇഷ്ടികയും മണലും ചുമക്കും. ആര് തടഞ്ഞാലും പിന്മാറുകയില്ല. ചെറുപ്പത്തിലെ തൻ്റെ യാതനയുടെയും സാധനയുടെയും ചരിത്രം മാതൃകയ്ക്കു വേണ്ടി അമ്മ എല്ലാവരെയും കൂടെ കൂടെ പറഞ്ഞു കേൾപ്പിക്കും. അമ്മയുടെ ശിക്ഷണ രീതിക്ക് ഒരു നല്ല ഉദാഹരണം പറയാം. ഒരു ദിവസം ഭാവത്തിന് വന്നൊരു പെൺകുട്ടി അമ്മയുടെ സാരിയിലും അവളുടെ ദേഹത്തുമെല്ലാം ഛർദ്ദിച്ചു. കഴുകുന്നതിനു വേണ്ടി അതെല്ലാം മാറ്റിയിട്ടു. ഒരു ബ്രഹ്മചാരിണി ആ തുണിയെല്ലാം ഒരു കമ്പുകൊണ്ട് തോണ്ടിയെടുത്ത് പുറത്തു കൊണ്ടുവന്നു. അത് കഴുകാൻ ധോബിയെ വിളിക്കാൻ ഒരുങ്ങി. ഉടൻ അമ്മ രംഗത്തെത്തി. ബ്രഹ്മചാരിയുടെ നേരെ അമ്മ തിരിഞ്ഞു. മക്കളെ, ഇതാണോ നിന്റെ ആധ്യാത്മികം? ഇത്രയും കാലം നീ ജപ ധ്യാനാദികൾ അനുഷ്ഠിച്ച് പഠിച്ചതിതാണോ? എല്ലാവരിലും ആത്മചൈതന്യത്തെ കണ്ടു സേവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്തിനെൻ്റെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞു? ആ രോഹിണിയും ഞാനും രണ്ടാണോ? അവളുടെ ഛർദി എൻ്റെ ഛർദിയല്ലേ? ഇങ്ങനെ പറഞ്ഞും കൊണ്ട് അമ്മ തന്നെ ഛർദി പുരണ്ട തുണി എടുത്തു കൊണ്ടുപോയി നനച്ചു. കുറച്ചു കാലത്തേക്ക് അമ്മ ആ ബ്രഹ്മചാരിണിയെ തൻ്റെ ഒരുവിധ സേവയ്ക്കും അടുപ്പിച്ചില്ല. അതിൽ കവിഞ്ഞ ഒരു ശിക്ഷ ആ ബ്രഹ്മചാരിണിക്ക് കിട്ടാനില്ല. സാധനാകാലത്ത് അമ്മ ആഹാരത്തെപ്പറ്റിയും രുചിയെപ്പറ്റിയും ചിന്തിച്ചിരുന്നതേയില്ല. ബ്രഹ്മചാരികളിൽ നിന്നു അമ്മ അത്തരം വൈരാഗ്യം പ്രതീക്ഷിക്കുന്നു. രാവിലത്തെ കഞ്ഞിക്കുള്ള കറിക്ക് രുചി പോരാഞ്ഞിട്ട് ഒരു ബ്രഹ്മചാരി അല്പം മുളകോ അച്ചാറോ മറ്റോ രഹസ്യമായി എടുത്തു. അമ്മ വന്നു പിടികൂടി. അതോടെ ആശ്രമത്തിൽ രാവിലെ കഞ്ഞിക്കുള്ള കൂട്ടാൻ അമ്മ നിർത്തലാക്കി. വെറും കഞ്ഞി മാത്രം. അല്പം ഉപ്പ് ചേർക്കാൻ വിരോധമില്ല. ധ്യാനമന്ദിരത്തിന് തൊട്ടു തെക്കുഭാഗത്തു നിന്ന് തൊണ്ടു തല്ലുന്ന കർണകഠോരമായ ശബ്ദം ഉയരുന്നത് ബ്രഹ്മചാരികളുടെ ധ്യാനത്തിന് തടസ്സമാണ്. അപ്പോൾ അമ്മ സഹജമായ പുഞ്ചിരിയോടെ പറയും, മക്കളെ, അത് കണ്ടു പഠിക്കും. ചീന് നാറുന്ന കറുത്ത തൊണ്ട് അവർ തല്ലി തല്ലി സ്വർണ്ണ നിറമാക്കുന്നു. നിങ്ങളും കടിഞ്ഞ സാധന കൊണ്ട് തല്ലി തല്ലി മനസ്സിനെ ശുദ്ധി ചെയ്യണം. ഇനി എന്തു വേണം? തൊണ്ടു തല്ലുന്നതിൻ്റെ അസഹ്യത നാം വിസ്മരിക്കുന്നു. പകരം കഠിന സാധന ചെയ്ത് ചിത്തശുദ്ധി വരുത്തുന്നതിൻ്റെ സുന്ദര ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുന്നു. ഏതു ലൗകികമായ അന്തരീക്ഷത്തെയും മനോഭാവം കൊണ്ട് ആധ്യാത്മികമാക്കി മാറ്റാമെന്ന് അമ്മ തെളിയിക്കുന്നു. ആശ്രമത്തിനടുത്തുള്ള ലൗകികർ വലിയ ശബ്ദത്തിൽ ശൃംഗാരം നിറഞ്ഞ സിനിമാ പാട്ടുകൾ റേഡിയോയിലും ടാപ്പ് റെക്കോർഡറിലും എല്ലാം പാടിക്കും. ആശ്രമ അന്തരീക്ഷത്തിലേക്കും ആ ശബ്ദം അതിക്രമിച്ചു കടക്കാറുണ്ട്. അപ്പോൾ അമ്മ പറയും, ആ പാട്ടിലെ നായകനും നായികയും രാധാകൃഷ്ണന്മാരാണെന്ന് ഭാവന ചെയ്യുവിൻ. അപ്പോൾ അത് സാധനയ്ക്ക് തടസ്സം നിൽക്കുകയില്ല. പണ്ടൊക്കെ ഇത്തരം പാട്ട് കേൾക്കുമ്പോൾ ഞാൻ നൃത്തം വയ്ക്കുമായിരുന്നു. എന്താണെന്നോ, ആ ശൃംഗാര ഗാനങ്ങളെല്ലാം രാധാകൃഷ്ണന്മാരെ പറ്റിയാണെന്ന് എനിക്ക് തോന്നും. അതോടെ ആനന്ദ നൃത്തം ചെയ്തു പോകും. ഹരി ഓം നമഃ ശിവായ.